ഹലോ ഫ്രണ്ട്സ്, ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഹെൽത്തി ആയിട്ടുള്ള ഒരു സാലഡ് റെസിപ്പിയാണ്. അത് ഫ്രൂട്ട്സും വെജിറ്റബിൾസ് ഓനിയൻ മാത്രമേ ഉള്ളൂ. അങ്ങനെ കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു സാലഡാണ് കേട്ടോ. ഞാൻ അതിനായിട്ട് ഒരു ഡ്രസ്സിങ് തയ്യാറാക്കുന്നുണ്ട്. അതിൽ 1 ടേബിൾ സ്പൂൺ സോയാ സോസ് എടുത്തിട്ട് കുറച്ച് കിസ്മിസാണ് ഇട്ടിരിക്കുന്നത്. അതിൻ്റെ കൂടെ കുറച്ച് കാഷ്യൂ, അതുപോലെ ചില്ലി ഫ്ലേക്സും സീസാമയുടെ വൈറ്റ് ഉണ്ടല്ലോ, അതായത് നമ്മുടെ വെളുത്ത എള്ള്, അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സാലഡാണ്. വയറും ഫുള്ളാവും, അതുപോലെ മനസ്സും തണുക്കും കേട്ടോ. കാരണം ഫ്രൂട്ട്സൊക്കെ ആണല്ലോ കൂടുതൽ. ഇത് ഡയബറ്റിക് ഫ്രണ്ട്ലി ആണ്. കാരണം ഗവയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്, പിന്നെ ഒരു ആപ്പിളാണ്. കുറച്ച് ചാറ്റ് മസാലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചാറ്റ് മസാല ഇടുന്നത് കൊണ്ട് തന്നെ ഉപ്പൊന്നും ആവശ്യമില്ല. ഇനി ഞാൻ ഒരു കുക്കിംഗ് ഓയിൽ, ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. ഒലിവ് ഓയിൽ ഉണ്ടെങ്കിൽ അതെടുക്കാം, അല്ലെങ്കിൽ വെളിച്ചെണ്ണ തന്നെ എടുക്കുന്നത് നമ്മുടെ ടേസ്റ്റിന് വെളിച്ചെണ്ണയായിരിക്കും നന്നായിട്ടിരിക്കുക. നമ്മൾ പണ്ട് മാങ്ങയൊക്കെ അരിഞ്ഞിട്ട് ഉപ്പും മുളകും വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് കഴിക്കാറില്ലേ. ഒരു പേരയ്ക്ക കട്ട് ചെയ്ത്, ചെറിയ പേരയ്ക്കായിരുന്നു കേട്ടോ, കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നൈസായിട്ട് കട്ട് ചെയ്യണം. അതുപോലെ ഒരു മാങ്ങ, റോ മാങ്ങയാണ്. അതുപോലെ ഒരു ആപ്പിൾ കഷ്ണം, കുറച്ച് ഉള്ളി, സവോള, അതുപോലെ സ്വീറ്റ് കോൺ എടുത്തിട്ടുണ്ട്. ആപ്പിൾ ഞാൻ 2 തരം ആപ്പിൾ എടുക്കുന്നുണ്ട്, അതുകൊണ്ടാണ് 2ആയിട്ട് കട്ട് ചെയ്ത് വെച്ചത്. പുളിയുള്ള ആപ്പിളും ഉണ്ടല്ലോ, പച്ച ആപ്പിൾ, അതും എടുത്തിട്ടുണ്ടായിരുന്നു. സ്വീറ്റ് കോണൊക്കെ എടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റുമാണ്, കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ കുറച്ച് പംകിൻ സീഡും സൺഫ്ലവർ സീഡും എടുത്തിട്ടുണ്ട്. ഒരു പച്ചമുളകും അരിഞ്ഞിട്ടിട്ടുണ്ട്. പച്ചമുളക് വേണമെങ്കിൽ കുട്ടികൾക്ക് കൊടുക്കാനാണെങ്കിൽ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം. ഈ പംകിൻ സീഡും സൺഫ്ലവറിൻ്റെ സീഡും ഒക്കെ നല്ല ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ് കേട്ടോ. അതുപോലെ കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്തതും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ മാങ്ങയുടെ കഷ്ണം റോ മാങ്ങയാണ് എടുക്കുന്നത്, അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് ഡയബറ്റിക് ഫ്രണ്ട്ലി ആണെന്ന്. പഴുത്ത മാങ്ങ എടുക്കണ്ട. ആപ്പിൾ, ഒരു ഫ്രൂട്ടൊക്കെ ഒരു ദിവസം ഡയബറ്റിക്കാർക്ക് കഴിക്കാമെന്നല്ലേ പറയുന്നത്. അതിൻ്റെ കൂടെ നമ്മളെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ച ഡ്രസ്സിങ് കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ, എല്ലാവർക്കും ഇഷ്ടമായി. അപ്പം ഇതുപോലെയൊക്കെ ഇടയ്ക്ക് ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ നമ്മൾ വെയിറ്റ് ലോസിന് നല്ലതാണ്. നമ്മൾ അരിയാഹാരവും അതുപോലെ ഗോതമ്പായാലും കഴിക്കുന്ന അളവ് കുറയും. ഇത് നല്ല ഹെൽത്തിയാണ്, വയറ് ഫുള്ളാവുകയും ചെയ്യും എല്ലാം കൂടെ ആവുമ്പോൾ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാലഡായിരുന്നു, എല്ലാവർക്കും ഇഷ്ടമായി. അപ്പോൾ നിങ്ങൾക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക്